നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തരാൻ പോകുന്നത് 2024 LSTS സബ് ഇൻസ്പെക്ടർ പോലെയുള്ള എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷയുടെ പ്രിലിംസിന്റെ ടൈം ടേബിൾ ആണ്. അപ്പൊ നമ്മൾ പല വർഷങ്ങളായിട്ട് പ്രിലിംസിന്റെ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും 10 വീക്ക് ടൈം ടേബിൾ ആണ് തരാൻ പോകുന്നത് കേട്ടോ. 70 ഡേയ്സ് ടൈം ടേബിൾ അഥവാ 10 വീക്ക് കൊണ്ടാണ് നമ്മൾ സിലബസ് തീർക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഒരു എക്സ്ട്രാ ടോപ്പിക് ഉള്ളത് ഏതാണ്? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. കുറെ കാലങ്ങളായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ സിലബസ് നന്നായിട്ട് അറിയാം. ഇനി പുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ സിലബസ് നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ പ്രിന്റ് എടുത്ത് വെച്ചതിന് ശേഷം ഓരോ ആഴ്ചയും തന്നിരിക്കുന്ന ടോപ്പിക്സ് അനുസരിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, തത്വ ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ് 2024 എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറെ പേരൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒന്നും കൂടെ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു നെയിം അടിച്ചു കൊടുക്കുക, തത്വ ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ്. ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ് 2024. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് തത്വ യൂട്യൂബ് ചാനൽ എന്നാണ് കേട്ടോ. തത്വ യൂട്യൂബ് ചാനൽ എന്നാണ്. തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണെന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടില്ല, തത്വ യൂട്യൂബ് ചാനൽ എന്നാണ്. അപ്പൊ അത് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ PDF ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോകാം. നമ്മൾ ഇതിന്റെ എല്ലാം ക്ലാസ് എടുത്തത് കൊണ്ട് തന്നെ പുതിയ ക്ലാസ്സുകളായിരിക്കില്ല വരുന്നത്. ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടും. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എക്സാംസ് ഇതിന്റെ കൂട്ടത്തിൽ എഴുതി പോകണം. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഫോളോ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന LSTS പോലെയുള്ള എക്സാംസ് ആണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ്. എപ്പോഴും ഈ ഒരു എക്സാം വരില്ല. അതുകൊണ്ട് ഇതിനെ ഒരു നല്ല അവസരമായിട്ട് കാണുക. ഈ നല്ല അവസരമായിട്ട് കാണണമെങ്കിൽ ഈ ഒരു പരീക്ഷ ജയിക്കാതെ നമുക്ക് മെയിൻസ് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിലിംസിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് കണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയെങ്കിലും പ്രിലിംസ് കടന്നാൽ മാത്രമേ മെയിൻസിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. മാർച്ച് 29 തീരത്തക്ക രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം 20-ാം തീയതിയാണ്. അതായത് ജനുവരി 20 തൊട്ടിട്ട് മാർച്ച് 29 വരെയാണ് ടൈം ടേബിൾ പോകുന്നത്. ഏപ്രിൽ മാസം നമുക്ക് എക്സാം ഉണ്ടായിരിക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എക്സാക്ട് ഏപ്രിൽ മാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ അങ്ങ് തീർത്ത് വെക്കുകയാണ്. പിന്നീടുള്ള സമയത്ത് നമുക്ക് റിവിഷനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ടൈം ടേബിൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 10 വീക്കിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 20-ാം തീയതിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 20-ാം തീയതിയാണ്. 2 ദിവസം കൂടെ ഉണ്ട്. അപ്പൊ 20-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെ വീക്ക് 1 ആണ്. ദെൻ 27 തൊട്ട് 2-ാം തീയതി വരെ. ഇതിനകത്ത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് 20, 21, 22, 23, 24, 25, 26 അങ്ങനെ 7 ദിവസമാണല്ലോ. 6 ദിവസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക? തന്നിരിക്കുന്ന ടോപ്പിക്സ് പഠിക്കാനായിട്ടും ഒരു ദിവസം ഇതെല്ലാം കൂടെ റിവിഷൻ ചെയ്യാനായിട്ടും ഉപയോഗിക്കുക. ആ റിവിഷൻ ചെയ്യുന്ന ദിവസം നിങ്ങൾ പുതിയ ടോപ്പിക്സ് പഠിക്കാതിരിക്കുക. അന്ന് എത്രയും, അതായത് ആ 6 ദിവസം നിങ്ങൾ എത്രയൊക്കെ പഠിച്ചോ അത് മാത്രം റിവൈസ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം 2-ാമത്തെ ആഴ്ചയിലേക്ക് പോകുമ്പോൾ 2-ാമത്തെ ആഴ്ചത്തെ ടോപ്പിക്സ് പഠിച്ചു പോവുക. എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് പഠിക്കാം. അതുകൊണ്ട് ഈ ടൈം ടേബിൾ മിസ്സായി പോകരുത്. അതായത് ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പ്രതീക്ഷിച്ച അത്രയും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, തന്നത് അത്രയും പഠിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ഈ ഒരു ടൈം ടേബിൾ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകരുത്. അതപ്പോൾ നമുക്ക് പുതിയടുത്ത് ചെല്ലുമ്പോഴും ഇതേ സംഭവം തന്നെ ആയിരിക്കും. അതായത് പുതിയടുത്ത് ചെല്ലുമ്പോൾ പുതിയൊരു ടൈം ടേബിൾ തരും. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്തു. 2-ാമത്തെ ആഴ്ച ഫോളോ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ആഴ്ചയിൽ തരുന്ന ടൈം ടേബിളിൽ നിങ്ങൾ ഒരു 70% കംപ്ലീറ്റഡ് ആണെന്ന് വെച്ചോ. ആ 70% കംപ്ലീറ്റഡ് ആയില്ലേ, അതുകൊണ്ട് തന്നെ ഈ 70% വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്ക് പോയിക്കോളൂ. നെക്സ്റ്റ് വീക്കിലേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എക്സ്ട്രാ സമയം കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ച് 29 ലാസ്റ്റ് സമയം തന്നിരിക്കുന്നത്, അതായത് ടൈം ടേബിൾ തീരുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. കാരണം ഏപ്രിൽ, മെയ്, ജൂൺ എന്നാണ് നമുക്ക് പരീക്ഷയുടെ ടെന്റേറ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നത്. എക്സാക്ട് ഏപ്രിൽ എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്തതെല്ലാം നമുക്ക് പോകെ അങ്ങോട്ട് പഠിക്കാം. അതുകൊണ്ട് 70% എങ്കിൽ 70%, 80% എങ്കിൽ 80% ഈ ഒരു ടൈം ടേബിൾ സ്റ്റിക്ക് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ തീർത്ത് പോകാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ജസ്റ്റ് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു 6 ഡേ സ്റ്റഡി ആണ്, 1 ഡേ റിവിഷൻ ആണ്. സിലബസ് എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കുക. SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെ വേണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കാം.
അതുപോലെ തത്വയുടെ വീഡിയോ സോഴ്സ് ചെക്ക് ലിസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് വേറെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും. അതുപോലെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്നൊക്കെ നോക്കുക. നിങ്ങൾ കറണ്ട് അഫയേഴ്സിനായിട്ട് പ്രധാനമായിട്ട് ഈ PSC ബുള്ളറ്റിൻ ഉണ്ടല്ലോ, PSC ബുള്ളറ്റിൻ നോക്കുക. അത് പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ 2023-24 ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം 2022 വേണ്ട എന്നല്ല. 2022 അവാർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക, പ്രധാനപ്പെട്ട വേദികളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട തീംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അക്കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 2023 ജനുവരി തൊട്ടിട്ട് 2024 മാർച്ച് ഏപ്രിൽ വേണ്ട, മാർച്ച് വരെയുള്ള കാര്യങ്ങളെങ്കിലും നോക്കുക കേട്ടോ. ഫെബ്രുവരി, ജനുവരി, മാർച്ച് ഇത്രയും ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക. കൂട്ടത്തിൽ ഡിഗ്രിക്കാരായതുകൊണ്ട് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെയുള്ള ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുക. മലയാളം ന്യൂസ് പേപ്പറും TV ചാനൽസിലും ഒക്കെ വരുന്ന ന്യൂസുകൾ അപ്ഡേറ്റഡ് ആയി പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇയർ ബുക്കും ഒക്കെ നോക്കുക. നമ്മൾ മാക്സിമം ഇടാം. പ്ലസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പൊ വീക്ക് 1 തൊട്ടിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുന്നു, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഇങ്ങനെയാണ് വീക്ക് 1 വരുന്നത്. ഞാൻ പറഞ്ഞു, എങ്ങനെയാണോ പഠിച്ചു തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് ഇഷ്ടമുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് മൂഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ 6 ഡേയ്സ് പഠിക്കാം. ഇപ്പൊ ബേസിക്സ് ഓഫ് ജോഗ്രഫി തന്നെ തുടങ്ങുന്നവരാണ്, ഇപ്പൊ ഇങ്ങനെ തന്നെ ജോഗ്രഫി തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് എക്കണോമിക്സ് തുടങ്ങണമെന്നാണെങ്കിൽ എക്കണോമിക്സിലേക്ക് നോക്കിയാൽ മതി. ആ കൂട്ടത്തിൽ നമ്മൾ മടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് മാത്സ് എടുക്കാം. ടൈം ആൻഡ് വർക്കും ടൈം ആൻഡ് ഡിസ്റ്റൻസും ആണ്, മെന്റൽ എബിലിറ്റി സീരീസ് ആണ്. അപ്പൊ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഇടയ്ക്ക് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വിപരീത പദവും ശൈലികൾ പഴഞ്ചൊല്ലുകളൊക്കെ എടുക്കുക. അപ്പം നിങ്ങളുടെ സമയം അനുസരിച്ച്, നിങ്ങളുടെ മൂഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു 6 ദിവസം കൊണ്ട് ഇത് തീർക്കാം. കുറെ പേർക്കൊക്കെ അടിസ്ഥാനം കാണും, എങ്കിലും നന്നായിട്ട് ഒന്നും കൂടെ പഠിക്കുക. പ്രത്യേകിച്ച് ഇതൊക്കെ +1 ജോഗ്രഫി നോക്കി തന്നെ പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ ഇതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, ബയോടെക്നോളജി ഒക്കെ, അതൊക്കെ ഒന്ന് വായിക്കുക. എക്കണോമിക്സ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ +1 +2 പുസ്തകങ്ങൾ വായിക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ കിട്ടുമെങ്കിൽ അതും കൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം 5 ഇയർ പ്ലാനും നീതി ആയോഗും ഒക്കെ ഉറപ്പ് ചോദ്യങ്ങളാണ്. ഓക്കെ. അതുപോലെ വീക്ക് 2 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അവിടെ നമ്മൾ ജോഗ്രഫി ഒഴിവാക്കിയിട്ട് ആ പ്രാവശ്യം ഹിസ്റ്ററി ആണ് പഠിക്കുന്നത്. ഇവിടെ കേരള ഹിസ്റ്ററി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ആരുടെ നോക്കി പഠിക്കണമെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. വേൾഡ് ഹിസ്റ്ററിയും കൃത്യമായി പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, ഇത്രയുമാണ് ജനറൽ ടോപ്പിക്. മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അതുപോലെ വീക്ക് 3 വരുമ്പോൾ പിന്നെയും ജോഗ്രഫി. അപ്പൊ എക്കണോമിക്സ് പോകെ നമ്മൾ ഓരോരോ ടോപ്പിക് തീർത്ത് പോവുകയാണ്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 29-ാം തീയതി, മാർച്ച് 29 ആവുമ്പോഴേക്കും 70 ദിവസമാവും. 70 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ടൈം ടേബിൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കൂട്ടത്തിൽ കൂടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നീട് നമ്മുടെ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ തത്വ ഡിഗ്രി പ്രിലിംസ് ഫോക്കസ് ഗ്രൂപ്പ്, പ്രിലിംസ് എന്ന് എടുത്തിട്ടില്ല, ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ് 2024 എന്നാണ് പേര്. അപ്പൊ ഇതുവരെ ലിങ്ക് കിട്ടിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. കുറെ പേരൊക്കെ 1300ഓളം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ തത്വ യൂട്യൂബ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് തത്വ ഡിഗ്രി ഫോക്കസ് ഗ്രൂപ്പ് 2024 അങ്ങനെയാണ് പേര് വരുന്നത്. ഇനി ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് ഇടുക കേട്ടോ, ഞാൻ ഒന്നും കൂടെ നോക്കാം. അപ്പം ഇത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ എക്സാംസ്, നിങ്ങൾക്ക് കൂടുതൽ എക്സാംസ് ആയിരിക്കും തരാനായിട്ട് പോകുന്നത്. എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും ഇടും. അത് ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. അത് അവോയ്ഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ഇനി ഒരു 70 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് തീർത്തിട്ട് പ്രിലിംസ് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്താൽ മാത്രമേ LSDS ഒക്കെ എഴുതാൻ സാധിക്കത്തുള്ളൂ. LSDSന്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ എടുത്ത് തരുന്നുണ്ട്, അതൊക്കെ തരാം. അതുപോലെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ബാങ്ക് മാനേജർ പോസ്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവാതെ കിട്ടത്തില്ല. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. സോ കൃത്യമായി പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.